നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നാം ഡിസ്കസ് ചെയ്യുന്നത് ഒരു ട്രാവൽ റിലേറ്റഡ് ഇൻഫർമേഷൻ ആണ്. നമുക്കറിയാം, ഇത്രയും നാൾ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു എഡ്യൂക്കേഷണൽ വീഡിയോസ് ആയിരുന്നു. അതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ഒരു ട്രാവൽ റിലേറ്റഡ് ഇൻഫർമേഷൻ വീഡിയോ ആണ് ഇതിലൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പം ഞാനും എൻ്റെ വൈഫും യാത്ര ചെയ്ത UK ടു അൽബീനിയ ജേർണിയാണ് ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഷെങ്കൻ വിസ വേണ്ടാത്ത, നമുക്ക് ഇന്ത്യൻ പാസ്പോർട്ട് വെച്ച് നമുക്ക് ട്രാവൽ ചെയ്യാവുന്ന ഒരു കൺട്രിയാണ് അൽബീനിയ. അപ്പോൾ നമുക്ക് BRP കാർഡ് അതോടൊപ്പം നമ്മുടെ പാസ്പോർട്ടുമാണ് മെയിൻ ആയിട്ട് വേണ്ടത്. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്ത ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഡിസംബർ 2024 നമുക്കറിയാം 2024 ഡിസംബറോടുകൂടി നമ്മുടെ വിസയിലേക്ക് നമ്മൾ ഇത് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയൊക്കെയുള്ള ജേർണീസ് അത് യൂസ് ചെയ്തിട്ടായിരിക്കും. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ യാത്രാ ജേർണിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അതിനകത്ത് വരുന്നതാണ് അക്കോമഡേഷൻ, പിന്നെ ഫ്ലൈറ്റ് ബുക്കിംഗ്, പിന്നെ കാർ റെന്റല്, പിന്നെ നമുക്ക് ഈ പറയുന്ന പോലെ ഏതൊക്കെ പ്ലേസസ് ആണ് പോയത്. അപ്പോൾ അതിൻ്റെ ഒരു വിശദ വിവരങ്ങളായിരിക്കും ഈ പറയുന്ന ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അറിയാം, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യമേ ചെയ്തത് അക്കോമഡേഷൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്തത് booking.com എന്ന് പറയുന്ന സൈറ്റ് ത്രൂ ആണ്. അപ്പോൾ booking.com സൈറ്റാണ് നമ്മൾ അത്യാവശ്യം ഈ പറയുന്ന പോലെ അത്യാവശ്യം റേറ്റിംഗ് ഉള്ള ഒരു ഹോട്ടൽ കാര്യങ്ങളൊക്കെ ആയിരുന്നു ബുക്ക് ചെയ്തത്. അപ്പോൾ ഒരു 5 നൈറ്റിലേക്ക് നമുക്ക് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്ന പ്ലേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 നൈറ്റിലേക്ക് നമ്മൾ ബുക്ക് ചെയ്ത പ്ലേസ് MK ഹോട്ടൽ തിരാനയാണ്. അതായത് തിരാന ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ അടുത്തുള്ള ഒരു പ്ലേസ് തന്നെയാണ് ബുക്ക് ചെയ്തത്. അതിന് ഓൾമോസ്റ്റ് £260 രണ്ടുപേർ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് അത്ര റേറ്റിലേക്ക് മീൻസ് നമുക്കറിയാം വളരെ ചീപ്പായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാവുന്ന ഒരു കൺട്രി തന്നെയാണ്. അപ്പോൾ കുറച്ച് ബഡ്ജറ്റ് ഒക്കെ കുറയ്ക്കണമെങ്കിൽ നമുക്ക് ലൊക്കേഷൻസും അതോടൊപ്പം തന്നെ ഈ പറയുന്ന പോലെ മീൻസ് നമുക്കൊന്ന് ശരിക്കും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ Airbnb ഒക്കെ പോലുള്ള സൈറ്റുകളും ഒക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെയൊക്കെ റേറ്റ് കുറയ്ക്കാനൊക്കെ സാധിക്കും, അങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇവരെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്തിരുന്നു. നമുക്ക് പിക്ക് ആൻഡ് ഡ്രോപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ലൊരു ഫെസിലിറ്റീസ് ആയിരുന്നു നമുക്ക് ഹോട്ടലിന്റെ ഭാഗത്ത് നമുക്ക് കിട്ടിയത്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ ചെയ്തത് ഫ്ലൈറ്റ് ബുക്കിങ്ങിന്റെ കാര്യമാണ്. ഫ്ലൈറ്റ് ബുക്ക് ചെയ്തത് നമ്മൾ സ്റ്റാൻസ്റ്റഡ് എയർപോർട്ടിൽ നിന്ന് തിരാനയിലേക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താണ് റെയിനെയർ ത്രൂ ആണ് നമ്മളത് ബുക്ക് ചെയ്തത്. അപ്പം രണ്ടുപേരുടെയും ഞാൻ ഇൻഡിവിജ്വലി ആണ് ബുക്ക് ചെയ്തത്. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ലഗേജ് നമുക്ക് 20 കിലോയുടെ ഒറ്റ ലഗേജ് എടുക്കുന്ന രീതിയിലായിരുന്നു ബുക്ക് ചെയ്തത്. അപ്പം ഇൻഡിവിജ്വലി നമുക്ക് കിലോസ് കാര്യങ്ങളും ഒക്കെ നമുക്ക് നോക്കണമെങ്കിൽ അതോടൊപ്പം തന്നെ ടൈമിംഗ് ഒക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ ബഡ്ജറ്റ് കുറച്ച് നമുക്ക് പോകാൻ പറ്റും. ഇപ്പം ഇത് നമുക്ക് രണ്ടുപേർ കൂടെ ഓൾമോസ്റ്റ് £190 വന്നിരുന്നു. അപ്പം റേറ്റ് കുറയ്ക്കണമെങ്കിൽ നമുക്ക് ആ രീതി കുറയ്ക്കാൻ സാധിക്കും. ഈ പറയുന്ന പോലെ സീസൺ നോക്കിയിട്ട് അല്ലെങ്കിൽ ഡേയ്സ് ഒക്കെ നോക്കി ഏത് ദിവസമാണ് റിട്ടേൺ ഒക്കെ മീൻസ് നമ്മൾ പോകുന്നതും, അപ്പോൾ അത് നമുക്ക് റേറ്റ് കുറച്ച് ബുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ലഗേജിനാണ് മെയിൻ ആയിട്ട് ഈ പറയുന്ന പോലെ റേറ്റ് കാര്യങ്ങൾ കൂടാനുള്ള കാരണം. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതും റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ അടുത്തത് നമ്മൾ ചെയ്തത് റെന്റൽ കാറാണ്. അപ്പോൾ അതും ഇനീഷ്യലി അത് ബുക്ക് ചെയ്തിരുന്നു. അപ്പം അത് കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പം അത് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ചീപ്പായിട്ട് കിട്ടി. ഈ പറയുന്ന പോലെ ഇത്രയും ദിവസത്തേക്ക് 4 ഡേയ്സിൽ നമുക്ക് കിട്ടിയത് ഓൾമോസ്റ്റ് £57 നമുക്ക് കിട്ടിയിരുന്നു. അതിനകത്തൊരു £1,200 നമ്മൾ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് കൊടുക്കണം. അപ്പോൾ അത് പിന്നെ നമ്മൾ കുറച്ച് ആൾക്കാരായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ നമുക്ക് അവിടെ ചെന്ന് തന്നെ ബുക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു കാരണത്താൽ തന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള വണ്ടികൾ ചൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ചെന്നിട്ടാണ് ബുക്ക് ചെയ്തത്. നമുക്ക് അറിയാം, ഈ പറയുന്ന പോലെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ കാർ റെന്റൽസിന്റെ ഒക്കെ സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് അത് ബുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. മീൻസ് ഇഷ്ടമുള്ള ഇത് നോക്കി ചീപ്പ് ഏതാണോ അത് നോക്കിയിട്ട് നമുക്ക് ഏറ്റവും റേറ്റ് കുറഞ്ഞതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വന്നത് ഓട്ടോമാറ്റിക് കാർ ആയിരുന്നു എടുത്തത്. അത്യാവശ്യം നല്ലൊരു മോഡൽ തന്നെ നോക്കി എടുക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ €25 യൂറോയിലായിരുന്നു എമൗണ്ട് പറഞ്ഞത്. അപ്പം €25 പെർ ഡേ. പിന്നെ ടാക്സ് നമ്മൾ ഇൻഷുറൻസും അതുപോലെ തന്നെ തെഫ്റ്റ് ആഡ് ചെയ്തപ്പോൾ €45 ആയിരുന്നു. നമ്മൾ ഇത്രയും ദിവസത്തെ ജേർണിക്ക് ഓൾമോസ്റ്റ് €180 ആയിരുന്നു. അപ്പോൾ അത് നമുക്ക് റേറ്റ് കുറയ്ക്കാൻ മീൻസ് നമ്മൾ പെട്ടെന്ന് പോയി നമ്മൾ അത് ബുക്ക് ചെയ്തത് കൊണ്ടുമാണ് അത്രയും റേറ്റിലേക്ക് വന്നത്. കുറച്ച് അഡ്വാൻസ് ഒക്കെ ആയിട്ട് നമുക്ക് ബുക്ക് ചെയ്യുകയാണെങ്കിൽ റേറ്റ് കുറച്ചൊക്കെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ കാർ റെന്റലിന്റെ സൗകര്യമൊക്കെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് കാർ റെന്റൽ സൗകര്യങ്ങളുണ്ടാവും. പിന്നെ അടുത്തത് നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിം എടുക്കുക എന്നുള്ളതാണ്. നമുക്ക് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എയർപോർട്ടിൽ നിന്ന് തന്നെ നമുക്ക് സിം എടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എടുത്തത് വോഡാഫോണിന്റെ സിം ആയിരുന്നു എടുത്തത്. അതെനിക്ക് ഒന്ന് 21 days പ്ലാൻ സംതിങ് ആയിരുന്നു. അത് €30 ഒരു ഇതായിരുന്നു എടുത്തത്. പിന്നെ അടുത്തത് മണി എക്സ്ചേഞ്ച്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക്
കാശ് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. അതായത് അത്യാവശ്യം നല്ല ലിക്വിഡ് എമൗണ്ട്, മീൻസ് നമ്മൾ ക്യാഷ് ആയിട്ട് തന്നെ പിടിക്കുക. മീൻസ് ATM ത്രൂ ഉള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ നമുക്ക് കുറച്ച് റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ നമുക്ക് അതുകൊണ്ട് സാധിക്കും. അപ്പം ഈ പറയുന്ന ലിക്വിഡ് ക്യാഷ് നമ്മുടെ കയ്യിലുണ്ടാവുന്നത് വളരെ നല്ല കാര്യമാണ്. പിന്നെ നമുക്ക് ഈ എക്സ്ചേഞ്ച് നമുക്ക് ഞാൻ ചെയ്തത് എയർപോർട്ടിൽ നിന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ റേറ്റ് കുറച്ചാണ് കിട്ടിയത്. എനിക്ക് തോന്നുന്നു പോസ്റ്റ് ഓഫീസ് ത്രൂ ഒക്കെ പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ റേറ്റിൽ നമുക്ക് ഈ പറയുന്ന പോലെ പൗണ്ടിനെ യൂറോ ആക്കാൻ സാധിക്കും. അപ്പം നമുക്ക് ഈ തിരാന എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പോലെ ഈ അവിടുത്തെ ലോക്കൽ കറൻസി ഉണ്ട്, അൽബീനിയൻ ലെക്ക്. അപ്പോൾ അതിലേക്ക് നമുക്ക് യൂറോയും ആയിട്ടും വേണമെങ്കിൽ ഈ പറയുന്ന അൽബീനിയൻ ലെക്കുമായിട്ട് നമുക്ക് കുറച്ച് കാശ് ഇത് ചെയ്യാം. അപ്പം അവിടെ യൂഷ്വലി ഈ പറയുന്ന പോലെ യൂറോയും അൽബീനിയൻ ലെക്കും യൂസ് ചെയ്യുന്നുണ്ട്. കൂടുതലും ഇപ്പൊ ഈ ചില സ്ഥലങ്ങളിൽ ലെക്കാണ് എടുക്കുന്നത്. അപ്പം കുറച്ച് കാശ് അങ്ങനെ എടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പം എനിവേ ലിക്വിഡ് ക്യാഷ് കയ്യിലുണ്ടാവുന്നത് നല്ലൊരു കാര്യമാണ്. കാരണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ ATM ത്രൂ ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്യുമ്പം അത്യാവശ്യം കാശ് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ അടുത്തത് നമ്മൾ ചെയ്തത്, നമുക്ക് വേണ്ടത് ഈ പറയുന്ന പോലെ നമുക്കറിയാം യൂറോപ്പ് സൈഡിൽ അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ പ്ലഗ് പോയിന്റ് അല്ല അവിടുത്തേത്. അപ്പം ചാർജർ മസ്റ്റ് ആയിട്ട് എടുക്കണം. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. പിന്നെ ഇനി കാർ ഡ്രൈവിങ്ങിന്റെ കേസ്, UK ഡ്രൈവിങ്ങിന് നേരെ ഓപ്പോസിറ്റ് ആണ് അവിടെ വരുന്നത്. നമുക്കറിയാം UK ലെഫ്റ്റ് സൈഡിൽ കൂടിയാണ് ഡ്രൈവ് ചെയ്യുന്നത്, അവിടെ റൈറ്റ് സൈഡിൽ കൂടിയാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ അതൊന്നും ബാധിക്കേണ്ട കാര്യമില്ല. മീൻസ് വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കുന്നു ഉള്ള കാര്യം കൂടി ഒന്ന് മനസ്സിൽ വെച്ചോളുക. അപ്പോൾ ഡ്രൈവിങ്ങിന്റെ കാര്യം ഓർത്താരും പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടിനെ എനിക്ക് തോന്നുന്നു വളരെയധികം കുറവായിട്ടാണ് കണ്ടത്. മീൻസ് അങ്ങനെ പോകുന്ന റോഡുകളിലൊന്നും തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ ഒരു ഫെസിലിറ്റീസ് കാണുന്ന വളരെ കുറവായിരുന്നു. അപ്പം നമുക്ക് കാർ റെന്റലിന്റെ ഒരു സൗകര്യം തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ അടുത്തതായിട്ട് പറയാനായിട്ടുള്ളത് നമുക്ക് ലാംഗ്വേജ് നമുക്കറിയാം. അവിടെ ഈ പറയുന്ന പോലെ നമുക്ക് കൂടുതലും റെന്റൽ കാറിന്റെ സമയത്ത് അത്ര ബുദ്ധിമുട്ടുണ്ടായില്ല. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഓക്കെ ആയിരുന്നു. പക്ഷെ മറ്റ് സ്ഥാപനങ്ങൾ, കടകളിൽ നമ്മൾ ഫുഡ് കഴിക്കാനും അങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്ക് അവർക്ക് അവരുടെ ലാംഗ്വേജ് ആണ്, ലോക്കൽ ലാംഗ്വേജ് അൽബീനിയൻ ആയിരുന്നു. അപ്പം നമ്മൾ ചെയ്തത് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഇട്ട് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം വളരെ കംഫർട്ടബിൾ ആയിരുന്നു കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ അടുത്തത് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഫുഡിന്റെ കാര്യം. നമുക്കറിയാം ഫുഡ് നമുക്ക് ഈ പറയുന്ന പോലെ KFC അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്, സ്റ്റോറുകളുണ്ട്. നമുക്ക് എയർപോർട്ടിനകത്ത് തന്നെ ഉണ്ട്. മീൻസ് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ KFC ഒരു സ്റ്റോർ ഉണ്ട്. പിന്നെ നമ്മൾ നിൽക്കുന്ന ലൊക്കാലിറ്റിയിൽ ഒന്ന് നോക്കുക, അവിടെ നമുക്ക് ഫുഡ് എന്തൊക്കെയാണ് മേടിക്കുക, പിസ്സ അങ്ങനത്തെ ഐറ്റങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു മജോറിറ്റി സ്ഥലങ്ങളിലും ഡ്രിങ്കിങ് വാട്ടറിന്റെ ഒരു പ്രശ്നം കാണുന്നുണ്ട്. അപ്പോൾ അതെനിക്ക് തോന്നുന്നു ഒരു ബൾക്കായിട്ട് വെള്ളം മേടിച്ചു വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പൊ അങ്ങനെ ഫുഡിന്റെ കാര്യങ്ങൾ നമുക്ക് അങ്ങനെ ലോക്കൽ ഷോപ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് നമുക്ക് മേടിക്കാവുന്നതാണ്. പിന്നെ അടുത്തത് നമ്മളിനി പോകാനിരിക്കുന്ന പ്ലേസസിനെ പറ്റിയാണ്. അപ്പം ഈ പ്ലേസസിന്റെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് രീതി വേണമെങ്കിൽ പ്ലാൻ ചെയ്യാം. 2 ലൊക്കേഷൻസ്, ചിലവരൊക്കെ 2 ലൊക്കേഷൻസ് എടുത്തിട്ട് അങ്ങനെ ട്രാവൽ ചെയ്യുന്നവരുണ്ട്. നമ്മൾ ഒറ്റ ലൊക്കേഷനിൽ നിന്ന് അവിടെ നിന്ന് പറ്റുന്ന പ്ലേസസ് ആണ് നമ്മൾ പോയത്. അപ്പം നമ്മൾ പോയേക്കുന്നത്, നമ്മളിപ്പം സൺഡേ അവിടെ എത്തി. മൺഡേ മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. മൺഡേ നമ്മളൊരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കാണ് കാറൊക്കെ എടുത്തൊന്ന് സെറ്റ് ആയത്. അതിനുശേഷം നമ്മളൊന്ന് ഡ്രൈവ് ഒക്കെ ചെയ്ത് നമ്മൾ പോയത് മദർ തെരേസ സ്ക്വയർ ആണ്. തിരാനയിൽ തന്നെ ഉള്ളതാണ്, തിരാന ടൗണിൽ തന്നെ ഏരിയ ഉള്ള ഒരു പ്ലേസ് ആണെന്നേ ഉള്ളൂ. അപ്പം ക്രിസ്മസ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു മെയിൻ ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ അടുത്തത് പിരമിഡ് ഓഫ് തിരാനയാണ് പോയത്. പിരമിഡ് ഓഫ് തിരാന അത്യാവശ്യം നല്ലൊരു ലൊക്കേഷനാണ്, ഒരു ആംബിയൻസ് ഒക്കെ ഉള്ള ലൊക്കേഷനാണ്. അപ്പം അതായിരുന്നു നമ്മൾ. പിന്നെ ക്രിസ്മസ് ലൈറ്റും പരിപാടികളൊക്കെ ആയിരുന്നു ആ ഫസ്റ്റ് ഡേയിൽ നമ്മൾ ചെയ്തത്. പിന്നെ രണ്ടാമത്തെ ദിവസം നമ്മൾ ബെറാറ്റ് എന്ന് പറയുന്ന ലൊക്കേഷനിലേക്കാണ് പോയത്. ബെറാറ്റ് അത്യാവശ്യം നല്ലൊരു ഈ പറഞ്ഞ ഹൗസസ് ഒക്കെ അടുക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് ആ പോണ യാത്രയിലാണ് കുറച്ച് കാണാൻ പറ്റുന്നത്. പിന്നെ തിരിച്ച് റിട്ടേൺ ചെയ്തപ്പോൾ സമയത്ത് നമ്മൾ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മീൻസ് ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് തന്നെ ആ ഒരു മൂഡിലാണ്. മീൻസ് മൊത്തം ഒരു വൈബാണ്. പല പ്രദേശങ്ങളും അങ്ങനെ തന്നെയാണ്. പിന്നെ ഈ ബെറാറ്റിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു കാസില് അങ്ങനത്തെ ഒരു കാഴ്ചയാണ്. പിന്നെ അവിടെ നമ്മൾ ബൊഗോവ ലേക്ക് എന്ന് പറയുന്ന ഒരു ലേക്കിലേക്കാണ്. മീൻസ് ഇത് ഞങ്ങൾ നിന്ന സ്ഥലത്ത് നിന്ന്, അതായത് തിരാനയിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു ലേക്കിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് 3 hour ജേർണി വരുന്നുണ്ട്. അപ്പൊ അത്യാവശ്യം നല്ലൊരു റോഡ് ട്രിപ്പും അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പിന്നെ ഈ ലേക്കിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമ്മൾ അത്യാവശ്യം ലേറ്റ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ട്രാവലിംഗ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നേരത്തെ എത്തുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പൊ അതാണ് എനിക്ക് മീൻസ് ആ ലേക്ക് സൈഡിന്റെ ഒരു കേസ് പറഞ്ഞു കഴിഞ്ഞാൽ.
പിന്നെ ഡേ 2 കഴിഞ്ഞ് നമ്മൾ ഡേ 3 വന്നപ്പോഴത്തേക്ക് നമ്മൾ ഡ്യൂറീസ് ബീച്ച് എന്ന് പറയുന്ന ഒരു ബീച്ച് ലൊക്കേഷനിലേക്കാണ് പോയത്. അത്യാവശ്യം ഒരു അടിപൊളി വ്യൂ ആണ് അവിടുത്തെ. അപ്പോൾ ആ ഒരു വ്യൂവും കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ പിന്നെ കാസിൽ ഓഫ് കുർജ, അത്യാവശ്യം നല്ലൊരു മീൻസ് അവിടെ ഒരു മ്യൂസിയവും കാര്യങ്ങളും അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. പിന്നെ ഒരു കാസിലിന്റെ ഒരു വ്യൂ ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെയാണ് ബേസിക്കലി ആ ഒരു പ്രദേശത്തുള്ളത്. ഇതെല്ലാം നമ്മുടെ ഈ തിരാനയിൽ നിന്ന് ട്രാവലിങ് ഒരു 1 hour ആ ഒരു ജേർണിയിൽ ഉള്ള ചുറ്റുപാടുള്ള പ്രദേശമാണ് കേട്ടോ, നമ്മൾ നിന്ന ലൊക്കാലിറ്റിയിൽ നിന്ന്. പിന്നെ അത് കഴിഞ്ഞ് ഡേ 4 നമ്മളൊരു ഓഫ് റോഡായിരുന്നു. അപ്പൊ അത് ഒരു നമുക്ക് അതിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മളൊരു കേരള മോഡൽ, നമുക്ക് മീൻസ് പല പ്രദേശങ്ങളും കേരള മോഡൽ തന്നെയാണ് നമുക്ക് തോന്നുന്നത്. നമുക്ക് ഡ്രൈവിംഗ് സ്ഥലം പ്ലേസ് മാത്രം മാറിയ പോലെ തോന്നുന്നുള്ളൂ. അപ്പൊ അതാണ് നമ്മൾ ഈ പറയുന്ന ഓഫ് റോഡ് ചെയ്ത സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാംറ്റി മൗണ്ടൻ എന്ന് പറയുന്ന ഒരു പ്ലേസിലേക്കാണ്. അതിന്റെ ചുറ്റും ബൊബീല ലേക്ക് എന്ന് പറയുന്ന ലേക്കും അപ്പൊ അങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പൊ ഏറ്റവും ടോപ്പ് വരെ നമ്മുടെ വണ്ടി പൊക്കോളും. അപ്പൊ അതിൽ ഒരു കൺഫ്യൂഷനും വേണ്ട. മീൻസ് നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പം ഇത് വണ്ടി ഇനി എങ്ങോട്ട് മൂവ് ചെയ്യുക, എത്രത്തോളം പോകുന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. പിന്നെ പെട്രോൾ അത്യാവശ്യം ഒരു ഫുൾ ടാങ്ക് അടിച്ച് തന്നെ പോകാൻ നോക്കിക്കൊള്ളുക. കാരണം ഈ ഓഫ് റോഡ് അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ പെട്രോൾ പെട്ടെന്ന് ഡൗൺ ആവുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ ലാസ്റ്റ് നമ്മൾ അവിടെ ഓഫ് റോഡും കഴിഞ്ഞിട്ട് നമ്മൾ സിഫിൻസ്കി എന്ന് പറയുന്ന ഒരു പ്ലേസിലേക്കാണ് പോയത്. അവിടെ ഈ പറയുന്ന പോലെ സൺസെറ്റ് കണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ് ചെയ്തത്. മീൻസ് അതിന് പറ്റിയൊരു വ്യൂ ആണ്. മീൻസ് ഏറ്റവും ഒരു അടിപൊളി സൺസെറ്റും കണ്ട് സൺസെറ്റ് പോയിന്റ് പോലെ ആയിരുന്നു. അങ്ങനെ ഡേ 4 വൈൻഡപ്പ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മളൊരു 4:30 മീൻസ് ഡിസംബർ ടൈം ആയതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ നമുക്ക് ഇരുട്ടാവും തുടങ്ങും. അപ്പൊ അങ്ങനെ നമ്മൾ വൈൻഡപ്പ് ചെയ്ത് ഓൾമോസ്റ്റ് പ്ലേസസ് കവർ, മീൻസ് നമുക്ക് പറ്റുന്ന ആ പ്ലേസസ് ഒക്കെ കവർ ചെയ്തു. ഇത് കൂടാണ്ട് ഒരുപാട് പ്ലേസസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മളിപ്പോൾ ഏർലി മോർണിംഗ് ഒക്കെ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിലൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ലൊക്കേഷൻസ് ഒക്കെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇതിന്റെ കൂടെ തന്നെ ആഡ് ചെയ്തേക്കാം. പിന്നെ ഇതിന്റെ നമ്മൾ പോയിരിക്കുന്ന യാത്രയുടെ വിഷ്വൽസും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ കുറച്ചുകൂടിയൊക്കെ ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ്, മീൻസ് ആ പ്ലേസസിനെ പറ്റിയൊക്കെ കുറച്ച് ഐഡിയ കിട്ടും. പിന്നെ കുറച്ച് സജഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ കുറച്ചുകൂടെ ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇതിന് ഒരു പെർ പേഴ്സണ് ഓൾമോസ്റ്റ് ഒരു 400 pounds റേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടി ഒന്ന് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്ന ഒന്ന്, ഹോട്ടലിന്റെ കേസിൽ നമുക്ക് കുറച്ച് ബഡ്ജറ്റ് കുറച്ചതും ഒക്കെ നോക്കുവാണെങ്കിൽ, പിന്നെ സീസൺ ടൈമും കൂടെയൊക്കെ നോക്കിയിട്ട് ടോപ്പ് സീസൺ ഒക്കെ ആണെങ്കിൽ കുറച്ച് നമുക്ക് റേറ്റ് കുറയ്ക്കാൻ സാധിക്കും. പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്കിങ്ങിൽ ഒന്നുകൂടെ ഡേറ്റ് നമ്മൾക്ക് എപ്പോഴാണ് ഹോളിഡേയ്സ് ഉള്ളത് അതൊക്കെ നോക്കി എടുത്തു കഴിഞ്ഞാൽ ബഡ്ജറ്റ് കുറയ്ക്കാൻ സാധിക്കും. പിന്നെ കാർ റെന്റലിന്റെ കേസിൽ നമുക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഓട്ടോമാറ്റിക് എടുക്കുക തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്ക് സൈഡ് മാറുമ്പം അതിന്റെ ഒരു ബുദ്ധിമുട്ട് ചിലപ്പോൾ ഉണ്ടാവാം. അപ്പം ഓട്ടോമാറ്റിക്കിനാണ് റേറ്റ് കൂടുതൽ. അപ്പം അങ്ങനെയൊക്കെയാണ് നമുക്ക് കുറച്ചുകൂടെ ഇനി ചെലവ് ചുരുക്കണമെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് കുറയ്ക്കാനായിട്ട് നമുക്ക് നടക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഓൾ.